കമ്മിങ് ടു ഗോപിക, ബോളിവുഡിൽ അഭിനയിച്ചു എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഹോളിവുഡിലും പാർട്ടായിരുന്നു. അതെന്താ? എവിടെയോ എന്തോ ഒരു തകരാറ്. എല്ലാവരും നല്ല കോൺട്രിബ്യൂട്ട് ചെയ്തു, എസ്പെഷ്യലി സുധീകൊപ്പ. ഹി ഈസ് മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞു. വൈ? ഇഷ്കിൽ ഒരു കാർ യാത്രയെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നി. ഞാനത് പിന്നീട് ഇച്ചിരി ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴും ഞാനത് ഓർത്തു, അതിലൊരു വണ്ടി, ഇതിവിടെ ഒരു വണ്ടി, എപ്പോഴും ഒരു വണ്ടി കാരണമാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഇതൊരു സാധാരണ ജോണറിൽപ്പെട്ട സിനിമയല്ല. മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായിട്ടില്ല. അതിന്റെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതാണ് നമുക്ക് താല്പര്യം തോന്നാൻ കാരണം. സ്പെഷ്യാലിറ്റി അല്ല, ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അഭിനയിക്കുന്നുള്ള. പടത്തിനെ കുറച്ച് സ്പെഷ്യൽ കൊടുക്കാം, മറ്റേ പടത്തിനെ കുറച്ച് സ്പെഷ്യൽ. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാവരും പറയും ചെറിയ പടം വലിയ പടം എന്ന് അറിയില്ലേ. പക്ഷെ എത്ര ചെറിയ പടമായാലും വലിയ പടമായാലും നമ്മൾ അഭിനയിക്കുന്ന ഒരുപോലെ ചെയ്യും. നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും, ഇത് തമിഴ് തെലുഗു എവിടെ പോയാലും എല്ലാവരും മലയാള സിനിമ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം ഒരു ഷൂട്ടിൽ ജൂനിയർ എൻറ്റയറിൻ്റെ കൂടെ പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അടുത്ത ആഴ്ച ഏതാ മലയാള സിനിമ റിലീസാകുന്നതെന്ന് പുള്ളിക്കാരൻ അറിയാം. സോ അത്രയ്ക്കും ദേ ആർ വാച്ചിങ്. എത്ര ചായ വരെ പോകും? ഇപ്പൊ ഇന്ന് ഫ്രീയിലൂടെ കുറെ പോകും. ഇന്ന് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറിന്റെ ചെലവാണല്ലോ. സ്വന്തം ചെലവ് 200 മാക്സിമം. അത്രയ്ക്ക് ദ റൈറ്റ് മൂവിയുടെ കാസ്റ്റ് ആണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ആരെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നാലും ഹരീഷ് ഉത്തമൻ, സുധീകൊപ്പ, ഗോപിക മഞ്ജുഷ, ആൻഡ് ശീതൽ ആൻഡ് ശ്രീകാന്ത് മുരളി. ടൈറ്റിലിൽ തന്നെ ഉണ്ട് ഇതൊരു യാത്രനെ പറ്റിയാണെന്ന്. എനിക്കൊന്നും അറിഞ്ഞാൽ മതി. ഫൺ ഫിൽഡ് ജേർണിയാണോ അതൊരു ത്രില്ലിംഗ് ജേർണിയാണോ? ഷൂട്ടിംഗ് ഫൺ ഫില്ലായിരുന്നു. കഥ അതെ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു കഥ കേൾക്കുന്ന പ്രോസസ്സും ഇതിലേക്ക് വരുന്ന പ്രോസസ്സും ഓരോരുത്തരായിട്ട് പറയുകയാണെങ്കിൽ? ഹരീഷ് ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു റോളിലേക്ക് ഞാൻ ഈ റോൾ എടുത്താൽ ആപ്റ്റ് ആയിരിക്കുന്നു ചേട്ടന് തോന്നാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? പറയാൻ പോകുന്നത് എന്തായിരുന്നു ഞാൻ വിചാരിച്ചത് എന്താ പറയാ, അവര് കഥ പറഞ്ഞു ഞാൻ കേട്ടു. അങ്ങനെ തന്നെ പറയുള്ളൂ. ഇനി സുധിക്ക് പറയാൻ പറ്റില്ല. ഇത് ഹരീഷ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും വന്നല്ലേ. ഹരീഷ് ഇത് കറക്റ്റ് ഒരു ഹരീഷിലേക്ക് അന്വേഷിച്ച് എത്തേണ്ടി വന്ന്. ഞങ്ങളിലൊന്നും വല്ല അന്വേഷിക്കാണ്ട് എത്തിയാണ് വ്യത്യാസം. ഞങ്ങളൊക്കെ കഥ കേട്ടതിന് ശേഷമാണ് ഹരീഷ് കഥ കേട്ടതും. ഇതിന്റെ അറിയാലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ. ഒരു റിതേഷ് മേനോൻ എന്ന ഡയറക്ടറാണിത്. മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന പടമാണ്. കഥ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പക്ഷെ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടർ ഹരീഷ് തന്നെ ചെയ്യണം എന്നുള്ളൊരു ഇതിലെത്തിയപ്പോഴാണ് ഹരീഷിനെ വിളിക്കുന്നത്. ഹരീഷ് കഥ കേട്ടെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനതുപോലെ തന്നെയാണ്. അവര് ഞാൻ കേട്ടു. ഈ മൂവി റൈറ്റ് ചോയ്സ് ആണെന്ന് ചേട്ടൻ തോന്നാൻ കാരണം എന്തായിരിക്കും? നമ്മളെ പോലെ ഒരാൾക്ക് ഏത് സിനിമയിലേക്ക് നമ്മൾ ക്ഷണിച്ചാലും നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സിനിമ ബോംബെ പ്രൊഡക്ഷൻ ആണെന്ന് അറിയുമ്പോൾ ഒരു കൗതുകം. പിന്നെ എപ്പോഴും നമുക്കറിയാം മലയാള സിനിമയെ പുറത്തുനിന്നുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇതൊരു സാധാരണ ജോണറിൽപ്പെട്ട സിനിമയല്ല. മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇത്തരത്തിലുള്ളൊരു സിനിമ ഉണ്ടായിട്ടില്ല. അതിന്റെ കഥ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അതാണ് നമുക്ക് താല്പര്യം തോന്നാൻ കാരണം. പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് റൈഡ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. ഏതെങ്കിലും ഒരാൾ മാത്രം നിന്നിട്ടുള്ളൊരു പരിപാടിയല്ല. നമുക്കും പെർഫോം ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു പല പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാതെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ ഓരോരുത്തരെ കുറിച്ചും ശ്രുതി പറഞ്ഞ പറഞ്ഞ് ശ്രുതി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഓരോരുത്തരുടെയും മാല പാർവതി ഇവിടെ വന്നിട്ടില്ല. മാലയും പ്രശാന്തും മാലയൊക്കെ നേരത്തെ തന്നെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യം കഥ കേട്ടത് മാലയൊക്കെ ആയിരിക്കും, പാർവതിയായിരിക്കും. പാർവതിയാണ് എന്നെ വിളിച്ച് കാര്യം പറയുന്നത്. അപ്പോൾ ശ്രുതിയെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ശ്രുതി കഥ കേട്ടിട്ടുണ്ടെന്ന് അറിയുന്നു. സോ ടോട്ടലി പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായതാണ് ഈ സിനിമയിലേക്ക് വരാനുള്ള കാരണം. പിന്നെ വർക്ക്ഷോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ ഒരുമിച്ച് ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രോ ചെയ്ത് വരികയാണ്. ഓൾമോസ്റ്റ് എല്ലാവരും സ്ക്രീനിൽ ഒരുമിച്ചായിരുന്നു. അഥവാ ഒറ്റയ്ക്ക് ആവുമ്പോൾ പോലും മറ്റുള്ളവരെല്ലാവരും അവിടെ തന്നെ നിന്നാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇപ്പം ഏതെങ്കിലും ഒരാളുടെ മാത്രം ക്ലോസപ്സ് ഒക്കെ എടുക്കണമെന്നാണെങ്കിലും ബാക്കി എല്ലാ ആർട്ടിസ്റ്റിനോട് നിന്ന് കുറച്ചും പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കറക്റ്റ് ചെയ്യാനും എലിവേറ്റ് ചെയ്യാനും കൂടുതൽ ആഡ് ഓൺ ചെയ്യാനും ഒക്കെ ഞങ്ങളെല്ലാവരും പ്രസന്റ് ആയിരുന്നു. ഫ്രണ്ട്സ്
കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വിജയ് സാറിനെയാണ്. മാസ്റ്റർ പീസ് എന്ന് പറയുന്ന സീരീസിൽ വിജയ് സാർ ചെയ്തത്. അതും അങ്ങനെ തന്നെ വന്നു. ചേട്ടൻ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് മാറ്റി പിടിച്ച ഒരു സംഭവമാണ്. അപ്പം ഇതിലപ്പം അതിപ്പോ കോമഡിയാണ്. അപ്പൊ ഇതിലപ്പോ എങ്ങനെയാണ് സാധാരണയിൽ മാറ്റി പിടിക്കുക എന്ന് പറയുമ്പോൾ വീണ്ടും വെറൈറ്റി മാറ്റി പിടിച്ചു എന്നുള്ളത് എന്റെ പ്രയോഗമാണ്. ഇത് കാണുന്ന ആൾക്കാരാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനാണ്. ഞാൻ മാത്രമല്ല, എല്ലാവരും ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവർക്കും സാധാരണ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയിൽ നിന്ന് മാറി. ഇപ്പം ഹരീഷ് ആയാലും സുധി ആയാലും ഒക്കെ ഒരു ടൈലർ മെയ്ഡ് സ്വഭാവം ഇതിനുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടൈലർ മെയ്ഡ് സ്വഭാവം എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായി അവർക്ക് വേണ്ടി തന്നെ അവർ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് തോന്നുന്നു. അത്രയും രസമായിരുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. Okay, coming to Anne's one of the best movies ഇഷ്കാണ്. ഇഷ്കിൽ ഒരു കാർ യാത്രയെ സംബന്ധിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഇതൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നിയോ ഈ കാർ യാത്ര? ഞാനത് പിന്നീട് ഇച്ചിരി ദിവസം ഷൂട്ടിംഗ് തുടങ്ങിയപ്പോഴും ഞാനതാണ് ഓർത്തത്, അതിലൊരു വണ്ടി ഇതിവിടെ ഒരു വണ്ടി, എപ്പോഴും ഒരു വണ്ടി കാരണമാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നെ വണ്ടികളത് ദൂരക്കുക ശരിയല്ല. പക്ഷെ അത് മാത്രമുള്ളൊരു കോമണാലിറ്റി. പക്ഷെ സ്റ്റോറി വളരെ വ്യത്യാസമാണ്. ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ എല്ലാ ക്യാരക്ടേഴ്സും കോ എക്സിസ്റ്റ് ചെയ്തിട്ട് എല്ലാവരെയും ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് ഒരു കഥ ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ പെർഫോമൻസ് സത്യം പറഞ്ഞാൽ മറ്റേ ആളുടെ പെർഫോമൻസിലാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഒത്തിരി ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ടൈപ്പ് ഓഫ് ആക്ടിങ് ആയിരുന്നു ഇവിടെ. അപ്പോൾ അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതിൽ ഓൾമോസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് വന്നത്. ഹരീഷ് ഏട്ടൻ കയറുന്നതിന് മുന്നേ ഞാനാണ് ലാസ്റ്റ് സോർട്ട് ഓഫ് കാസ്റ്റ് ആയത്. അപ്പോൾ എനിക്ക് കഥ കേട്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി. ആൻഡ് പിന്നെ ഇതിൽ ഇരിക്കുന്ന എല്ലാം കാസ്റ്റിൻ്റെ പേരും കൂടെ കേട്ടപ്പോൾ എനിക്ക് സത്യമായിട്ട് ഭയങ്കര ഇത് ചെയ്തേ പറ്റൂ. ഇത് പിന്നെ ഒരു നോർമൽ സാധാരണ കമേഴ്ഷ്യൽ പടം പോലെ അല്ല, ഇച്ചിരി ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ ഒരു ഷോൾഡറിങ്, ആ ഒരു കൈൻഡ് ഓഫ് ബഡ്ജറ്റും പറയാം. ആൻഡ് ആ ഒരു എക്സ്പെരിമെൻറ്റേറ്റീവ് ആയ ഒരു സ്പേസിലാണ് നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. സ്റ്റോറി ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഒരു ശ്രമമാണ്. അത് എല്ലാവർക്കും ഇഷ്ടമായാൽ ഡെഫിനറ്റ്ലി അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഐ തിങ്ക് യു ട്രൈ സംതിങ് ന്യൂ, എവറിബഡി വിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ഇറ്റ്. ഈ ടീം വർക്കിന്റെ കാര്യം പറയുമ്പോഴേ ഒരു പാൻ ഇന്ത്യൻ ഒരു ടച്ചി മൂവി വന്നിട്ടുണ്ട്. കാശ്മീർ ആയാലും പഞ്ചാബീസ് ആയാലും മുംബൈ ഉള്ള ആൾക്കാരായാലും എല്ലാവരും, പ്രത്യേഷ് മേനോൻ ആയിക്കോട്ടെ, ഒരു മലയാളി ആയിട്ടുള്ള പുറത്ത് താമസിച്ച വന്ന ഒരാളാണ്. എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ബാലൻസ് ചെയ്തത്? എന്തായാലും സെറ്റില് മൾട്ടിലിംഗ്വൽ കമ്മ്യൂണിക്കേഷൻ, എല്ലാം മൾട്ടിലിംഗ്വല്. ഹിന്ദി, ഇംഗ്ലീഷ്, ഇടയ്ക്ക് കശ്മീരി ചാടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളം നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും, ഇംഗ്ലീഷ് കുറെ ഇങ്ങോട്ട് വരും. പക്ഷെ എന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ക്രിയേറ്റീവ് സ്പേസിൽ ഇരിക്കുന്നത് കാരണം എക്സ്പ്രസീവ്, അതാണ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ലാംഗ്വേജ് അല്ല, യുനോ നമുക്ക് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഒരാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. അതിൽ ലാംഗ്വേജ് നമുക്ക് അതിൽ ഫ്ലുവൻ്റ് ആയിരിക്കണോ അതോ ക്ലിയർ ആയിട്ട് മനസ്സിലാവണോ എന്നൊന്നുമില്ല. സുധി ചേട്ടനൊക്കെ വളരെ ഇൻസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ആക്ടറാണ്. പുള്ളിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത്. പിന്നെ കുറെ എന്താ പറയുന്നത്, ഒരു നമ്മളെല്ലാവരും ഇൻപുട്സ് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു റോളിൽ. അത് കാരണം ഈ സിനിമയിൽ നമ്മൾ എല്ലാവരും ഇൻപുട്സ് ഇട്ടിട്ടുണ്ട്, എല്ലാവരുടെ ഐഡിയാസ് വന്നിട്ടുണ്ട്. അത് കാരണം ദിസ് ഇൻ എ വേ ശരിക്കും ഒരു പാൻ ഇന്ത്യൻ മേക്കാണ്. പക്ഷെ നോട്ട് ഫോർ അങ്ങനത്തെ ഒരു നോട്ട് ടോക്കിംഗ് അബൌട്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ സ്റ്റൈൽ അല്ല. ദിസ് ഈസ് റിയലി ഒരു അമാൽഗമേഷൻ ഓഫ് ഓൾ കൾച്ചേഴ്സ്, ഓൾ ബാക്ക്ഗ്രൗണ്ട്, എല്ലാം സോഷ്യൽ സ്ട്രേറ്റാണ് ഉള്ള ആൾക്കാർ വന്നിട്ട് നമ്മുടെ എഡീസും ഡയറക്ടറും പ്രൊഡ്യൂസർ വി ഓൾ റിയലി ഡിഡ് ദിസ് ടുഗെദർ. ഒരു ഗ്രൂപ്പ് പ്രോജക്റ്റ് തന്നെയായിരുന്നത്. ഒരു പോയിന്റിൽ ഞാൻ ഇവൻ ഇങ്ങനെ വിചാരിച്ചു, ഇനിയിപ്പം മൾട്ടി ലിംഗ്വൽ സ്കിൽസ് ഉള്ള ആൾക്കാരെ മാത്രമായിരിക്കും ഇവര് കാസ്റ്റിംഗിലേക്ക് ഇട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. തെലുങ്ക്, തമിഴൊക്കെ അല്ല, അത് ഞാൻ പഞ്ചാബ് പഞ്ചാബിയൊക്കെ ആവാ. എന്നെ ശ്രീയാദേട്ടൻ മാത്രം മലയാളം അറിയാവുന്നു. പിന്നെ വൈഫ് കൊങ്കൺ ഭാഷ അറിയാം. അപ്പൊ അതുകൊണ്ട് ശ്രീയാദേട്ടന്. എനിക്ക് പഞ്ചാബി, ഡാഡി മമ്മിയൊക്കെ പഞ്ചാബി. പിന്നെ എല്ലാ ഭാഷ അറിയാവുന്നതുകൊണ്ട് ഞങ്ങള്
എല്ലാവർക്കും പറയാൻ പറ്റില്ല. ഈ സിനിമയിൽ മൊത്തത്തിൽ മലയാളം തന്നെയല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ഹിന്ദി ഇൻഫ്ലുവൻസ് കയറി വന്നിട്ടുണ്ടോ സ്ക്രിപ്റ്റിംഗിൽ? ഇല്ല മലയാളം പക്ക തനി മലയാളം പടമാണ്. തനി മലയാളം. ഓക്കെ, ഗോപികനെ ഞാൻ ഇതിന് മുന്നായിട്ട് കാണുന്നത് പരം സുന്ദരിയിലാണ്. ശരിക്കും കണ്ടോ? പിന്നെ അത് തീമായിട്ട് അത് ട്രോളായിട്ട് അതുകൊണ്ട് മറക്കാൻ പറ്റാത്ത അതെ, അതാണ് മറക്കുന്നതിന്റെ മെയിൻ കാരണം. ആ ലുക്കും അറ്റാറും ഒക്കെ കംപ്ലീറ്റ്ലി ഈ സിനിമയിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഇതിനകത്ത് അൾട്രാ മോഡേൺ പെൺകുട്ടിയായിട്ടാണ്. എങ്ങനെയുണ്ട് ക്യാരക്ടർ? എങ്ങനെയാണ്? എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഗോപികയുടെ ഭാഗത്തുനിന്ന്? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സിനിമ ഷൂട്ടിങ്ങിന് മുന്നേ തന്നെ ഇതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ ഇനിഷ്യലി ആദ്യം ഓഡിഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് വായിക്കാനായിട്ടുള്ളതുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടീമായിട്ട് വർക്ക്ഷോപ്സ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഇൻഡിവിജ്വലിയും വർക്ക് ചെയ്തു. ഇപ്പം ആൻ പറഞ്ഞ പോലെ എല്ലാവരുടെയും ഇൻപുട്സ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ റിതേഷ് സർ എന്നിട്ട് ഇതാണ് ക്യാരക്ടർ, സോ ഹി ഹാസ് എൻ ഐഡിയ, ഇത് ഇങ്ങനെ വേണം, നൗ വാട്ട് എൽസ് ക്യാൻ യു പുട്ട് ഇൻ ടു ദിസ്, നമുക്കിതിൽ എങ്ങനെയൊക്കെ ഈ ക്യാരക്ടറിന്റെ സ്വഭാവമൊക്കെ എന്താണ് എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെ നടന്നിരുന്നു. എൻ്റെ ക്യാരക്ടറിന്റെ പേര് ജെസ്സി എന്നാണ്. അപ്പോൾ ജെസ്സിനെ ബിൽഡ് ചെയ്തെടുക്കുന്നത് പല പല കാര്യങ്ങൾ ആ ഇൻസിഡന്റിലേക്ക് എത്തുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ ക്യാരക്ടർ ബിൽഡ് ചെയ്തത്. സോ ലോട്ട് ഓഫ് മൈ ഇൻപുട്സ് വെയർ ഓൾസോ ടേക്കൺ. നമുക്കത് ഇങ്ങനെ ചെയ്യാം. ഇപ്പം അതിൽ കാണുമ്പോൾ തന്നെ സ്റ്റൈലിങ്ങും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്കത് ആ ഒരു ബോൾഡായിട്ട് കുറച്ച് തൻ്റെടിയാണ്, കുറച്ച് അഗ്രഷൻ ഉള്ളൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ലോട്ട് ഓഫ് പീപ്പിൾ വെർ ഇൻവോൾവ് ഇൻ ഇറ്റ്. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്തൊരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പം മൊത്തത്തിൽ അതൊരു എൻജോയബിൾ ജേർണി ആയിരുന്നു, ദ റൈഡ് അല്ലേ? മൊത്തത്തിൽ നല്ലൊരു റൈഡ് തന്നെയായിരുന്നു. ഒരു സ്റ്റാർട്ടിങ് തന്നെ. സോ ഐ റിമെമ്പർ ആസ്കിങ് ആൻഡ് നമ്മുടെ ഫസ്റ്റ് റീഡിങ്ങിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, ഇത് എല്ലാ സിനിമയിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ നടക്കാറിന്റെ പ്രിപ്പറേഷൻ? പാൻ വാസ് ലൈക്ക്, അല്ല, യു ആർ വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് ആൻഡ് ഐ കൺസിഡർ മൈസെൽഫ് വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് ആൻഡ് താങ്ക്സ് ടു ഓൾ ദ ടീം ക്രൂ എല്ലാവരും. ബോളിവുഡിൽ അഭിനയിച്ചു എന്ന് എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഇദ്ദേഹം പറഞ്ഞു ഹോളിവുഡിലും പാർട്ടായിന്ന്. അതെന്താ അതിന്റെ ഒരു ഹോളിവുഡ് മൂവി എന്ന് പറഞ്ഞു, പുതിയ ഏതോ ഒരു പടം ഇറങ്ങാനിരിക്കുന്നു എന്നോട് പറഞ്ഞു. അല്ല, എന്നോട് പറഞ്ഞത് അവിടെ അഭിനയിക്കാൻ ഫസ്റ്റ് കഴിയുമ്പോ അനൗൺസ് ചെയ്യാൻ പറ്റാത്ത മൂവിയാണ്. അതാണ് പിന്നെ ചോദിക്കാതെ. കാര്യം എന്ന് വെച്ചാൽ അവിടെ വന്ന എനിക്കോടെ അവിടെ കാരവാനിൽ ഇരിക്കാൻ സീറ്റ് വേണ്ടി ആയിരിക്കും ചിലപ്പോൾ എന്നോട് അങ്ങനെ പറയേണ്ടി വന്നത്. അന്ന് എന്നോട് പറഞ്ഞത് അങ്ങനെ ഹോളിവുഡിലെ ഞാൻ പറയാനിട്ടില്ല. ഈ റൈഡ് കണ്ടിട്ട് അതല്ല, അന്ന് പരമ്പരയൊക്കെ അഭിനയിക്കുമായിരുന്നു. എല്ലാവരും അന്നുണ്ട്. ഞാൻ പുറത്തിരുന്നപ്പോ എന്നോട് റിയ മാം പറഞ്ഞു എന്താണെന്നറിയോ, ഭയങ്കര നല്ല ആക്ടേഴ്സ് ആണ്, എല്ലാവരും നല്ല കോൺട്രിബ്യൂട്ട് ചെയ്തു, എസ്പെഷ്യലി സുധീർ കൊപ്പ, ഹി ഈസ് മൈ ഫേവറേറ്റ് എന്ന് പറഞ്ഞു. എല്ലാവരുടെയും വൈ അതാണ് എനിക്ക് അങ്ങനെയൊന്നും എനിക്കറിയില്ല. എല്ലാരും അറിയാവുന്ന ആൾക്കാരില്ലേ, നന്നായിട്ട് നല്ല സ്ഥലത്ത് ചെല്ലുമ്പോ നമ്മള് നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പെരുമാറുകയും ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു സെറ്റായിരുന്നു. പ്രത്യേകിച്ച് ഓൾമോസ്റ്റ് നമ്മളൊക്കെ വർക്ക് ചെയ്യുന്ന സെറ്റൊക്കെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നന്നാക്കാൻ നോക്കും ആ സദസ്സും എല്ലാം കൂടെ. പിന്നെ കൂടെയുള്ള അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു പുറത്തുനിന്നുള്ള ആൾക്കാർ അങ്ങനെ പരിചയക്കുറവോ അങ്ങനെ തോന്നിയിട്ടില്ല പേഴ്സണലി. അതുകൊണ്ട് എനിക്ക് രസമായിരുന്നു. അങ്ങനെ രസമായിട്ട് നിന്നാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ട് വരാൻ തോന്നിയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിനിമ ലൊക്കേഷൻ ഇപ്പൊ അങ്ങനെ ആയിരിക്കും. നമുക്ക് രാവിലെ ഒരു ഓഫീസിൽ പോകണമെങ്കിൽ അവിടെ ആ ഓഫീസ് ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലം അല്ലെങ്കിൽ നമുക്ക് പോകാൻ ഭയങ്കര ബോറടി ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ സിനിമ സെറ്റ് നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കണം. ഒരാൾ ഒരു തമാശ പറഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞാൽ തിരിച്ച് പറയുന്ന അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ അങ്ങോട്ട് പോകാനും വർക്ക് ചെയ്യാനും അതിന്റെ റിസൾട്ട് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ കിട്ടുള്ളൂ. അഭിനയിക്കുമ്പോൾ നമുക്ക് അതിന്റെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുള്ളൂ എല്ലാവർക്കും. എന്റെ അങ്ങനല്ലേ, ഞാൻ രാവിലെ ശരി ഇന്ന് അവരെ ചിരിപ്പിച്ച് കൊല അങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനല്ലേ പറഞ്ഞത്. എന്നാലേ രസമുള്ളൂ, സമയം പോകും നമുക്ക്. കാര്യം സിനിമയ്ക്ക് പുറത്ത് 9 to 5 അല്ല മലയാള സിനിമ. നമ്മൾ ചിലപ്പോൾ രാത്രി എത്ര മണിയിൽ പോകുന്നോ എപ്പോൾ തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ പലരും പല പല മാനസികാവസ്ഥയിലും പല പ്രശ്നങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരല്ലേ, സ്വാഭാവികമായിട്ട് മനുഷ്യരല്ലേ. പിന്നെ അവിടെ ചിലപ്പോൾ ഇവരുടെ പ്രഷർ വേറെ ആയിരിക്കും, ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള പ്രഷർ കാണും. അതൊക്കെ മാറണമെങ്കിലും നമ്മളെപ്പോഴും രസകരമായിട്ട് ജോലി ചെയ്താലേ അത് മാറുള്ളൂ. നല്ല രസമായിരുന്നു ആയിരിക്കും, അങ്ങനെ ആയിരിക്കും മിക്കവാറും. അല്ലെങ്കിൽ ഭയങ്കര ബോറടിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു റൈഡിലുള്ളത് പല കാറ്റഗറിയിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത്.
ഇവരെല്ലാം എങ്ങനെയാണ് ഒന്നിച്ചു ചേർന്നതെന്നുള്ളത് പറയാൻ പറ്റുന്ന കാര്യമാണ്. എന്താണ് കാറ്റഗറി? ചേട്ടൊരു ഉദ്ദേശിച്ചത് വണ്ടിക്കകത്ത് വരുന്നത് അല്ലേ, സിനിമ അല്ലേ? സിനിമയിലെ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഉദ്ദേശിച്ച പല തലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരുടെ ഡ്രസ്സിങ് കൊണ്ട് തന്നെ നമുക്ക് ഒബ്വിയസ് ആണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊരു യാത്ര, ഇപ്പൊ നമ്മളൊരു യാത്ര പോകുമ്പോൾ പലരെയും കണ്ടുമുട്ടില്ലേ, ഒരു വണ്ടി ബസ്സിലായാലും എല്ലായിടത്തും. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കഥയാണ്. അവരുടെ ഇമോഷനും അവരുടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്നൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് ഈ പടം റൈഡ്. ചേട്ടന്റെ പല മൂവീസും ഇൻക്ലൂഡിങ് ലവ് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു മൂവിയാണ് ലവ്. ഞാനത് ഗോകുലൻ ചേട്ടനെ കണ്ടപ്പോൾ ഇന്റർവ്യൂലും പറയുകയും ചെയ്തു. ഞാൻ 2 ദിവസം ഇങ്ങനെ ആലോചിച്ചു എന്തായി പടം. ഒരുപാട് ഞാൻ അതിൽ വർക്ക് ചെയ്ത് മനസ്സിലാക്കിയ ഒരു പടമാണ്. അതുപോലെ ഇലവീഴ പുഞ്ചിറ, അതിലൊക്കെ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മൂവിയിൽ ചേട്ടന്റെ ഒരു ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റി എന്താ? സ്പെഷ്യാലിറ്റി അല്ല, ക്യാരക്ടർ ആവശ്യപ്പെടുന്നത് അഭിനയിക്കുന്നുള്ള. പടത്തിനെ കുറച്ച് സ്പെഷ്യൽ കൊടുക്കാം, മറ്റേ പടത്തിനെ കുറച്ച് സ്പെഷ്യൽ. ശരിക്കും പറഞ്ഞാൽ അത് എല്ലാരും പറയും ചെറിയ പടം വലിയ പടം പറയില്ലേ, പക്ഷെ എത്ര ചെറിയ പടമായാലും വലിയ പടമായാലും നമ്മൾ അഭിനയിക്കുന്ന ഒരുപോലെ ആയിരിക്കും. മനസ്സിലായോ? കാശ് കൂടുതൽ കിട്ടിയാലും കുറച്ച് കിട്ടിയാലും എന്തായാലും നമുക്ക് ഒരേപോലെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അല്ല ആ പടത്തിൽ കുറച്ച് അഭിനയിച്ചാൽ മതിയരാ, അത് നമുക്ക് അങ്ങനെയല്ലേ. അങ്ങനൊന്നുമില്ല, സ്പെഷ്യൽ കൊടുക്കലൊന്നുമില്ല. ഏറ്റവും നന്നായിട്ട് കൊടുത്താലേ നമുക്ക് അടുത്ത പടം കിട്ടുള്ളൂ. അല്ല, യൂഷ്വലി ചേട്ടൻ ചെയ്ത പോലെ ഒരുപാട് ലേയേഴ്സ് ഉള്ള ക്യാരക്ടർ ആണോ അതോ ഒരു സാധാരണ? ലേയേഴ്സ് ഒക്കെ ഡയറക്ടറും റൈറ്റേഴ്സും ഉണ്ടാക്കുന്ന, അഭിനയിക്കുന്ന ആൾക്ക് പോയിട്ട് ലേയേഴ്സ് സൃഷ്ടിക്കാൻ പറ്റില്ല. മനസ്സിലായി? ശരി, ഇയാളെ ഞാൻ കാണിച്ചു ശരിക്കും അഭിനയിച്ചിട്ട് അങ്ങനൊന്നും കൺഫ്യൂഷൻ ആക്കാൻ പറ്റില്ലല്ലോ. അവര് പറയുന്നത് കൃത്യമായിട്ട് നടൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അവരതിനൊരു ലേയേഴ്സ് കണ്ടെത്തിയിരിക്കും അവര്. അപ്പൊ അതിലേ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അത് കൂടുതൽ പേര് അഭിനയിക്കാൻ പറ്റില്ലല്ലോ. ഹരീഷ് ചേട്ടനിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജസിലും അഭിനയിച്ചിട്ടുള്ള പരിചിതനായ ഒരു വ്യക്തിയാണ്. അപ്പം ഈ മൂവിയിൽ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നീട് വരുന്ന ഒരാളാണ്. കാരണം ഈ പോസ്റ്ററിലൊന്നും ആളെ കാണുന്നില്ല, പിന്നീട് എൻ്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഒരു വില്ലനാണോ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഐ തിങ്ക് അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ഇത് തോന്നുന്നത് അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ, നിങ്ങൾ സിനിമ കാണുമ്പോൾ കണ്ടോ. പക്ഷേ ഞാനാണ് ലാസ്റ്റ്, എല്ലാവരും പറഞ്ഞത് ഞാനായിരുന്നു ലാസ്റ്റ് വന്നപ്പം. ഞാൻ റിതീഷിനെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ റിതീഷ് ഇവരുടെ എല്ലാവരുടെയും പേര് പറഞ്ഞു. എനിക്ക് എല്ലാവരും ഗ്രേറ്റ് പെർഫോമേഴ്സാണ്. സോ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അതിനെക്കാട്ടിലും റിതീഷ് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനൊരു സിനിമയിൽ ഇതിപ്പം സിനിമയിൽ നമ്മളെ സ്ക്രീൻ സ്പേസ് എത്രയുണ്ട് എന്നുള്ളതിനെക്കാട്ടിലും ആ വരുന്ന കുറച്ച് സമയം ആയാലും ആ ക്യാരക്ടർ എന്താണ് ഈ കഥയിലേക്ക് ഓഫർ ചെയ്യുന്നതെന്ന് പറയുന്നതാണ് എന്നെ ഇംപ്രസ് ചെയ്യുന്ന സാധനം. അപ്പം അങ്ങനെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ദ വെരി കോർ പോയിന്റ് ഓഫ് ദിസ് മൂവി ഈസ് റിതേഷ്. പുള്ളിക്കാരൻ നാട്ടിലത്തെ ആളാണ്, പക്ഷെ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ്, വർക്ക്ഡ് ഇൻ ബോംബെ. അപ്പം അവർ മലയാളത്തിലൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് അവിടുന്ന് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്ന്, അപ്പം അതെനിക്ക് ഭയങ്കര ഭാവന തോന്നുന്നത്. അത് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പം അത്രയും കൺവിൻസിങ് ആയിട്ടും അത്രയും കോൺഫിഡൻസോട് കൂടി അവരിവിടെ വന്ന് ആ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത്. ബിക്കോസ് അത്രയ്ക്കും അതിലുള്ള ആ സിനിമയിൽ ആ ഒരു അതിന് കഥയ്ക്കൊരു സാധനമുണ്ട്. അപ്പം അങ്ങനെ ഐ എം വെരി ഹാപ്പി കൊളാബറേറ്റിംഗ് വിത്ത് റിതേഷ്. സിനിമാറ്റോഗ്രാഫർ ബാബ, പുള്ളിക്കാരൻ കാശ്മീരാണ്. പുള്ളിക്കാരൻ കുറേ ബോളിവുഡിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു കുറേ ഒരു ജോഗ്രഫിക്കലി നോക്കിയാൽ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ കൂടിയിട്ടുള്ള, പക്ഷേ നമ്മൾ മലയാളത്തിലാണ് കൂടിയിരിക്കുന്നത്. സോ അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. പിന്നെ പെർഫോമേഴ്സ് ലൈക്ക് സുധി ആയിക്കോട്ടെ, ശ്രീകാന്ത് ഏട്ടനും ആയിക്കോട്ടെ, ആൻഡ് ഗോപിക. ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിലിം. പരമസുന്ദരി ഫസ്റ്റ് റിലീസായി. ബട്ട് ഗോപിക എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ തുടങ്ങുമ്പം നമുക്ക് ഈ തുടക്കത്തിൽ ചെറുത് ചെയ്ത് ഇങ്ങനെ കയറി വരുന്ന ദാറ്റ് ഈസ് എ ജേർണി. ബട്ട് ഐ തിങ്ക് ഷീസ് റിയലി ലക്കി ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയത്. ആൻഡ് അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് എല്ലാവർക്കും അറിയാം what a performer she is. പ്രശാന്ത് മുരളി, പാർ ചേച്ചി. സോ ഇതൊരു ഭയങ്കര എല്ലാവരും കൂടെ ഒരു കൊളാബറേറ്റീവ്
സാധനമായിരുന്നു. ആൻഡ് ഋതേഷ് ആദ്യം തന്നെ ഹി വാസ് വെരി ക്ലിയർ, അതായത് റീഡിങ് ഉണ്ടാവണം, സ്ക്രിപ്റ്റ് റീഡിങ് ഉണ്ടാവണം. ബിക്കോസ് ഇതൊരു ഒരു ഒരു അക്കോർഡിംഗ് ടു ദ പേപ്പേഴ്സ് പോകുന്നതിനെക്കാട്ടിലും, അതായത് ഒരു സ്ക്രിപ്റ്റിന് അത് വെച്ച് പോകുന്നതിനെക്കാട്ടിലും ഓരോ ആക്ടേഴ്സിനും അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. ഇപ്പം സുധി ആയിക്കോട്ടെ, എനിക്ക് പേപ്പറിൽ എന്താ ഉണ്ടായിരുന്നത് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഇന്ന് സ്ക്രീനിൽ കാണുമ്പം പുള്ളിക്കാരൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഇസ് അമേസിങ്. അതായത് അത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സിനും നമ്മൾ എന്ത് ഓഫർ ചെയ്യാൻ പറ്റും എഴുതി വെച്ചിരിക്കുന്നതിനെക്കാട്ടിലും ടു മേക്ക് ഇറ്റ് ബെറ്റർ. സോ അങ്ങനെ എല്ലാവരുടെയും ഒരു ഒരു വെരി ഗുഡ് അറ്റംപ്റ്റ് ആണ് സിനിമ. ആൻഡ് ഓൺ ദ ഹോൾ ഈ സിനിമ കഥകളെല്ലാം you can say a lot of different stories, but how you present it, അത് ഐ തിങ്ക് ഈ ഒരു സ്ക്രീൻ പ്ലേ ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. സോ ഇങ്ങനെ ഒരു മൂവി മലയാളത്തിൽ എടുക്കാൻ എന്താണ് ഇൻസ്പിറേഷൻ എന്ന് ഡയറക്ടറോട് നിങ്ങൾ സംസാരിച്ചിരുന്നു? എല്ലാ ഡയറക്ടേഴ്സിനും നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ ഒരു കഥ എടുക്കാന്ന് പറയുന്നത് അവർക്ക് ആ കഥയായിരിക്കും അത് തന്നെയാണ് അവരുടെ ഒരു ഹോൾഡിംഗ് ഓൺ പോയിന്റ്. അതും വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ കഥ മലയാളത്തിൽ 100% the audience will enjoy watching it, because ഈ അടുത്ത കാലഘട്ടത്ത് നമ്മൾ മലയാളത്തിൽ വരുന്ന സിനിമകൾ ദ കണ്ടന്റ് ഇസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നമ്മൾ ഏത് ഇൻഡസ്ട്രിയിൽ പോയാലും, ഇത് തമിഴ് തെലുഗു എവിടെ പോയാലും എല്ലാവരും മലയാള സിനിമ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പം ഒരു ഷൂട്ടിൽ ജൂനിയർ എൻറ്റാർ കൂടെ പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അടുത്ത ആഴ്ച ഏതാ മലയാള സിനിമ റിലീസാകുന്നതെന്ന് പുള്ളിക്കാരൻ അറിയാം. So അത്രയ്ക്കും they are watching. So yeah, it's very interesting. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ടാസ്ക് തരട്ടെ എല്ലാവർക്കും. എന്തായാലും റൈഡാണല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു റൈഡ് പോവാം. എല്ലാവരും കൂടിയാണ്, ഹരീഷ് ചേട്ടനും ഇൻക്ലൂഡഡ് ആണ്. ഈ റൈഡ് മാറ്റി വെച്ചേക്കാം, പുതിയ റൈഡാ. ഇതില് പോകുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ നമ്മൾ പറയില്ല, ഒരു യാത്ര പോകുന്ന സമയത്ത് ഓരോ സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാരുണ്ടാവുന്നുണ്ട്. സപ്പോസ് ഒരു യാത്രയിൽ ഒരാൾ എപ്പോഴും ഫോട്ടോ എടുക്കാനായിരിക്കും, ഒരാൾ എപ്പോഴും ചായ കുടിക്കാൻ നിർത്തുന്ന ആളായിരിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഏതാന്ന് ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം, റീസൺ പറയണം. അത്രേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ അല്ലേ? ചോദിക്കുന്നതിന് മുമ്പ് ചൂണ്ടിക്കഴിഞ്ഞോടെ. ഓക്കെ. അപ്പൊ ആദ്യത്തെ ആള് എപ്പോഴും യാത്ര ചെയ്യാൻ വണ്ടിയെ കയറി കഴിഞ്ഞാൽ ഉറങ്ങുന്ന ആളാരായിരിക്കും നിങ്ങളുടെ കൂട്ടത്തിൽ? ചാൻസ് ഉള്ള ആള്. ഇങ്ങനെ ഉറങ്ങിയെന്നല്ല, പക്ഷെ എന്നാലും കൺസിഡറിങ് ആൾക്കാരുടെ സ്വഭാവം വെച്ച് നമുക്കൊന്ന് ഊഹിക്കാമല്ലോ ആരായിരിക്കും. സിനിമയിലെ ക്യാരക്ടേഴ്സ് ആണോ നിങ്ങളുടെ ഒരു ഷൂട്ടിംഗ് ഇതിൽ വെച്ച് പറഞ്ഞാൽ ഷൂട്ടിംഗ് ടൈമിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പീരിയൻസ് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞാൽ ചാന്തും ഇല്ല, പാറ ചേച്ചിയും ഇല്ല. എല്ലാരും എങ്ങനെ ഉറങ്ങും? അതല്ല, പാർവതിച്ചൊന്നും രാത്രി ഉറങ്ങൂല. രാത്രി ഉറങ്ങാതെ ഉറക്കം കൂടി മറ്റേ അല്ലെങ്കിലും എപ്പോഴാണ് ഷൂട്ട് കൂടുതൽ നൈറ്റ് ടൈമിലായിരുന്നു? നൈറ്റ് പകലാണ് പാർവതിച്ച് ഇങ്ങനെ നടക്കണം. രാത്രിയൊക്കെ പോണ ആൾക്കാർ പ്രൊഡക്ഷൻകാരൊക്കെ ആ ചേച്ചി അങ്ങനെ കാക്കനോട് നടന്നുകൊണ്ടല്ലോ, ഉറക്കില്ല ചേച്ചിക്ക്. ആരും ഉറങ്ങുന്ന ആൾക്കാരില്ല. എപ്പോഴും ഫുഡ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളായിരിക്കും. അത് പ്രശാന്ത് മുരളി, സോറി. അവൻ ഫുഡ് കഴിച്ച് എപ്പോ നോക്കിയാലും കഴിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക ആ സമയത്ത്? മേടിച്ചു കൊടുക്കും. നമ്മുടെ കാശ് നമ്മുടെ കയ്യിലാണ്. അവന് അതുകൊണ്ടായിരിക്കും അവന് ഫുഡ് ഞാനിപ്പോ മിക്കവാറും മേടിച്ചു കൊടുക്കും. ഈ യാത്ര പോകുന്നതെല്ലാം കൃത്യമായി ഫോണിലൊക്കെ ക്യാപ്ചർ ചെയ്യാൻ സാധ്യത ഉള്ള ഒരു വ്യക്തി ആരായിരിക്കും? എന്റെ മനസ്സിൽ ഒരാളുണ്ട്. വീഡിയോഗ്രാഫി സ്കിൽസ് മറ്റേ ഇതൊക്കെ ഉണ്ട്, എന്താണ് എലിക്കാം ഒക്കെ ഉണ്ട്. ഞാനായിരിക്കോ? പക്ഷെ ആണാണെങ്കിലും ചെയ്യാൻ സാധ്യതയല്ല. അലക്സൊക്കെ ഉണ്ട്, റെഡ് ഒക്കെ ഉണ്ട്. അല്ലേ? യൂണിറ്റ് മേടിക്കാൻ വേണ്ടി അഡ്വാൻസ് ഇവരോട് ഇടാൻ പറ്റില്ല. കാര്യം ഫ്രണ്ടിലത്തെ സ്പേസ് കുറവാ. അപ്പൊ യൂണിറ്റ് ബസ്സില് അതുവരെ ബുക്ക് ചെയ്തിട്ടുണ്ട്.
ഓക്കെ അല്ല ഇത് എല്ലാം ഉള്ള ശരി പറഞ്ഞ കറക്റ്റ് അത് കറക്റ്റ് ഓക്കെ നമുക്ക് ഔട്ട് റിലീസ് ആക്കാലോ അല്ലേ? പിന്നെ അല്ല യൂട്യൂബ് ചാനൽ ഇട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അതെ ഞാൻ അല്ല അറിഞ്ഞു. യൂണിറ്റ് വണ്ടിനെ പറ്റിയാ പറയുന്നേ. യൂണിറ്റ് വണ്ടി വെറുതെ പറഞ്ഞാണ് അത്. അതാ ചോദിച്ചേ. ആ റെന്റിന് എടുക്കൂല, അത് ഇപ്പൊ ഇല്ല. ഒരു വർഷം കഴിഞ്ഞ് ഓക്കെ. എപ്പോഴും ചായ ചായ എന്ന് പറഞ്ഞ് വണ്ടി നിർത്തിപ്പിക്കുന്ന ആളാരായിരിക്കും? ചായ കുടിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള്? എനിക്കിഷ്ടമായ യാത്ര ചോദിച്ചാൽ യൂഷ്വലി ചായ കുടിക്കോ? ആ ചായ പിന്നെ യാത്ര പോകുമ്പോഴല്ലെങ്കിൽ ഞാൻ ചായ കുടിക്കും. ദിവസം എത്ര ചായ വരെ പോവും? ഇപ്പൊ ഇന്ന് ഫ്രീ ഇട്ടോട് കുറെ പോവും. ഇന്ന് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറിന്റെ ചെലവാണല്ലോ. സ്വന്തം ചെലവാണ്. സ്വന്തം ചെലവ് 2.5 മാക്സിമം, ഇതിനുള്ള പറ്റും. അത്രയ്ക്ക് പറ്റും. ഇങ്ങനെ കാലിച്ചായയോടെ ചായയുടെ കൂടെ കടിയുണ്ടോ? കാലിയായാലും നിറച്ചാണെങ്കിലും അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ഈ കൂടെ ഏറ്റവും മടിയനായിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ യാത്ര പോകുമ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ പണി വരുമല്ലോ, ബാഗ് എടുക്കുക. അപ്പൊ അങ്ങനെ മടി പിടിച്ച് നിങ്ങൾ ചെയ്തോന്ന് പറഞ്ഞിരിക്കുന്ന ആളായിരിക്കും? അങ്ങനെ ആരും ആരുമില്ല. നല്ല ഹൈപ്പർ ആൾക്കാർ. എല്ലാരും പണി ഇങ്ങോട്ട് കൊടുക്കുക. ഏറ്റവും കൂടുതൽ തമാശ പൊട്ടിക്കുന്നതോ? അങ്ങനെ ആളേ ഇല്ലല്ലോ, സംശയമുണ്ടോ? ആളേ ഇല്ല. ഞാൻ സീരിയസ് ആയിട്ട് വളരെ serious ആണ്. ആ കാര്യം ദേഷ്യപ്പെടാറുണ്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോ ഒരു തമാശ പറയും ശരിക്കും. നേരെ തിരിച്ച് ചളി അടിക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ പ്രശാന്ത് പ്രശാന്ത് പ്രശാന്തേടം പറഞ്ഞ ഒരു ചളി ഓർത്തെടുക്കാമോ? അത് പറയാൻ പറ്റില്ല. ഇഷ്യൂ ആണ്. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു സീൻ ഏതായിരിക്കും? വെയിറ്റ് ചെയ്ത് നമ്മൾ സ്ക്രിപ്റ്റ് ഓൾറെഡി നന്നായിട്ട് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ, അതില് ഏറ്റവും വെയിറ്റ് ചെയ്ത് സീൻ പറയാൻ പറ്റില്ലല്ലോ. സീൻ അല്ല, അതിന്റെ ഒരു അതെ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. ആ സിനിമയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് അത് ടോട്ടലി ഇപ്പൊ സിനിമയ്ക്ക് നമ്മൾ പറയും 54 സീൻ അല്ലെങ്കിൽ 90 സീൻ എന്നൊക്കെ പറയും. ഈ സിനിമയ്ക്ക് ഒരു സീനാ ഉള്ളത്. സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതെല്ലാം എൻജോയ് തന്നെ ചെയ്തേക്കുന്നത്. ശരി, ഒരു സീൻ പറയാൻ പറ്റൂല. ഒരു 3 സീൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് പറയുന്ന എല്ലാവരും എൻജോയ് തന്നെ ടോട്ടൽ സിനിമ. പിന്നെ ഇതൊരു എൻജോയിങ് പ്രോസസ് ആവുന്നത് നമ്മൾ ചെയ്യുന്നത് വർക്ക് ആവുകയും അതിന്റെ കൗണ്ടേഴ്സ് ഇപ്പം കൂടെ നിൽക്കുന്നവർ റിയാക്ഷൻസിലാണ് നമ്മളുടെ പെർഫോമൻസ് ഒക്കെ ഇരിക്കുന്നത്. അതാണ് എൻജോയ്മെന്റ്. സത്യത്തിൽ ഇതൊരു എളുപ്പമുള്ള ജോലിയാണെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് വളരെ വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ശ്രമകരമാണ്. കാരണം നമ്മുടെ പെർഫോമൻസ് മാത്രം ഭംഗിയായിട്ടും കാര്യമില്ല, കൂടെ നിൽക്കുന്നവരെല്ലാവരും പെർഫോം ചെയ്യണം. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ നമ്മൾ ഒരാൾ മാത്രം നന്നായി പെർഫോം ചെയ്തിരിക്കുന്നതുകൊണ്ട് നന്നാവില്ല. അപ്പോൾ ഓരോരുത്തരുടെയും പെർഫോമൻസസും അവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസും അതിൻ്റെ ഇംപ്രവൈസേഷൻസും ഒക്കെ ശ്രദ്ധിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3, 4, 5, 6, 10, 12 ടേക്കുകൾ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇത് വർക്കാവുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമായിരുന്നു. അതുകൊണ്ട് പണിയെടുക്കൽ അതൊരു പണിയെടുക്കൽ തന്നെയായിരുന്നു. ശരിക്കും രാത്രിയിലും പകലുമായിട്ട് ഞങ്ങൾ നല്ലപോലെ അധ്വാനിച്ച് തന്നെയാണ് ഇരുന്നത്. എത്ര ദിവസം എടുത്തു ഇത് മൊത്തം കംപ്ലീറ്റ്ലി ഷൂട്ട്? 24 days. 24 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തു. അത് കമ്പാരിറ്റീവ്ലി ചെറിയൊരു ഡ്യൂറേഷൻ അല്ലേ? അത് ഈ വിഷയത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റിയും അതായിരുന്നു. ഇതിന്റെ സ്വഭാവവും അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് നമുക്കത് സാധിച്ചത്. സെലക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇങ്ങനെ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് വേണ്ടി വന്നുള്ളൂ. നേരത്തെ വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു, സെഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തു. പ്രൊഡക്ഷൻ ടീമും ഈ ഒരു സിനിമയുടെ വലിപ്പവും ഇത് പറഞ്ഞല്ലോ, വലിയ മുഖങ്ങളൊന്നുമില്ല. സോ ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ടും ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളെ കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ 24 days നമുക്ക് തീർക്കാൻ പറ്റുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഡസന്റ് മാറ്റർ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലോട്ട്. ഓക്കെ, ആ സിനിമ എടുക്കാൻ പറ്റുന്ന ആ ഒരു പ്രാക്ടിക്കൽ ആ ഒരു ജോഗ്രഫിയും സാധനങ്ങളും അതാണ് മാറ്റേഴ്സ്. ആൻഡ് പ്രീ പ്രൊഡക്ഷൻ, ഹൗ ദി പ്ലാൻ സ്റ്റാഫ്, അത് അവർ നല്ലോണം പ്ലാൻ ചെയ്തു. എക്സാക്ട്ലി കറക്റ്റായിട്ട് പോകണം, അക്കോർഡിംഗ് ടു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തു. ഇതിൽ ഓർക്കും, ഇത് പറയുന്നതോട് സിങ് സൗണ്ട് ആയിട്ടുള്ള ഫിലിംസ് വരുമ്പോൾ നമ്മളത് ശീലിച്ച് വരുന്നതേ ഉള്ളൂ, മലയാളത്തിൽ എസ്പെഷ്യലി. അപ്പോൾ ആ ഒരു ശീലം ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് ഡബ്ബിംഗ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കാറാണ് പതിവ്. ഇതിലങ്ങനെ ഒരു ലീനിയൻസി ഇല്ലായിരുന്നു. എല്ലാ ഡയലോഗുകളും കൃത്യമായി ക്ലിയറായി കേൾക്കണം. എല്ലാവർക്കും ഡിവൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സൗണ്ട് ഡിസൈനേഴ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. അത് വലിയ ചലഞ്ചായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമുക്ക് ഏറ്റവും ആദ്യം ചോദ്യം വരിക ഈ ശബ്ദങ്ങൾ ഏതൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എഡിറ്റിംഗ്. അപ്പം നമ്മൾ അതിനൊക്കെ പ്രൊഡക്ഷൻ തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ആണ്. സൂരജാണ് നമ്മുടെ എഡിറ്റർ. സൂരജിന് ഇപ്പോൾ
ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എഡിറ്ററാണ് സൂരജാണ് നമ്മുടെ എഡിറ്റർ. സൗണ്ട് ഡിസൈൻ ചെയ്യുന്നത്, സൗണ്ട് മിക്സ് ചെയ്യുന്നത് ഡാൻ ജോസ് ആണ്. ഡാൻ ജോസ് ഒക്കെ വളരെ വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള സെലക്ഷൻസ് ഒക്കെ നേരത്തെ നടന്നത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. ഇപ്പം സിംഗ് സൗണ്ട് മുതൽ അങ്ങോട്ട് നമ്മളിവിടെ അബദ്ധം കാണിച്ചാൽ അബദ്ധം അവസാനം വരെ നിൽക്കും. സിനിമയ്ക്ക് അങ്ങനെ കുഴപ്പമുണ്ടല്ലോ, ആക്ഷന്റെയും കട്ടിന്റെയും ഇടയ്ക്ക് ചെയ്യുന്നത് കറക്റ്റ് അല്ലെങ്കിൽ കാലങ്ങളോളം ആ സിനിമയുള്ള കാലം മുഴുവൻ നല്ലതായാലും ചീത്തയായാലും അത് അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ബോധ്യമുള്ള ഗ്രൂപ്പായിരുന്നു ഉണ്ടായത്. സിംഗ് സൗണ്ട് കുറച്ച് ചാലഞ്ചിങ് എന്ന് പറഞ്ഞല്ലോ, അതല്ലാതെ മറ്റെന്തൊക്കെ ചാലഞ്ചുകളാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നത്? പ്രധാനപ്പെട്ട ചലഞ്ചുകൾ ഒന്ന് മാത്രമാണ് ഈ സിംഗ് സൗണ്ട് പരിപാടി. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 6 പേര് ഒന്നിച്ചൊരു ഫ്രെയിമിലുണ്ടെങ്കിൽ ഒരാളുടെയോ രണ്ടാളുടെയോ ചിലപ്പോൾ ആ ഷോട്ടിന്റെ ശരിക്കും കട്ടിന് തൊട്ട് മുമ്പായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗ്ലിച്ചസ്, ചിലപ്പോൾ ഒരു ലൈറ്റ് ഓഫ് ആയി പോവുക ഒക്കെ സംഭവിച്ചാൽ വീണ്ടും നമുക്ക് റീടേക്ക് പോകണം. അത് സ്വാഭാവികമായിട്ടും സിനിമയിൽ ഉണ്ടാവുന്നതാണ്. നമ്മളത് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. അത് സിനിമയുടെ ഭാഗമാണ്. അതിനെയൊക്കെ വേണമെങ്കിൽ എൻജോയ് ചെയ്ത് വേണമെങ്കിൽ പറയാം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് അതുവരെ മസിൽ പിടിച്ചിരുന്ന് നമ്മള് പെർഫോമൻസ് പെട്ടെന്ന് നമുക്ക് അതിനെ നമ്മൾ ചിരിയിലൂടെ ആയിരിക്കും നമ്മളിങ്ങനെ ഓവർകം ചെയ്യാം. ലൈറ്റ് പോകുമ്പോൾ നമ്മൾ എല്ലാവരും ഉറക്കി ചിരി ഇരിച്ചാൽ അത് റിലാക്സ്ഡ് ആയി പോകും. അതായിരുന്നു എൻജോയ്മെന്റ് ശരിക്കും. ഒരു ടീം വർക്ക്. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ റൈഡ് സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് മാസങ്ങളായി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും മറ്റു പല സിനിമകളിലും ഞങ്ങളെല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അപ്പോൾ പല പ്രോജക്റ്റുകളിലും നമ്മൾ പോയി. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു ഫാമിലി, ആ ഗ്രൂപ്പ് എപ്പോഴും അതുപോലെ വളരെ സജീവമായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ കൂടാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പറ്റാറില്ല. ബോംബെയിൽ നിന്ന് പ്രൊഡക്ഷൻ ടീംസ് ഇവിടെ വന്നിട്ട്, റീനയൊക്കെ ഇവിടെ വന്നിട്ട് ഈവനിങ് ചായ കുടിക്കാനൊക്കെ പോകാറുണ്ട്. സോ അങ്ങനെയൊന്നും സിനിമകളിൽ അപൂർവമായിട്ട് സംഭവിക്കുക. ആ സിനിമ നടക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ആ ബന്ധങ്ങൾ ഉണ്ടാവുക. ആ പ്രോജക്റ്റ് കഴിയുമ്പോൾ അത് സ്വാഭാവികമാണ്, എല്ലാവരും തിരക്കിലേക്ക് പോകും. മറിച്ച് എന്തോ ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. ഞങ്ങളെല്ലാവരും എപ്പോഴും കണക്റ്റഡ് ആണ്, വളരെ പേഴ്സണലി കണക്റ്റഡ് ആണ്. ഒരു അക്വൈൻറ്റൻസ് ഉണ്ടായിരുന്നത് മാറിയിട്ട് കുറെ കൂടി ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധങ്ങളിലേക്ക് ഇത് മാറി. തീർച്ചയായും ഒരു പക്ഷേ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ബന്ധത്തിന്റെ എഫക്ട് കാണാനും പറ്റും. ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇത് നിശ്ചയിക്കേണ്ടത് കാണുന്നവരാണ് തീർച്ചയായിട്ടും, അവരാണ് പറയേണ്ടത്. പക്ഷെ നമ്മള് ഇപ്പൊ പറയാൻ പറ്റും, നമ്മളത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഈ പ്രിപ്പറേഷന്റെ കാര്യം പറയുമ്പോഴും അത്ര പ്രിപ്പയർഡ് ആണെങ്കിൽ കൂടി ചിലപ്പോ ഇപ്പൊ ടേക്സ് പോയി എന്ന് പറഞ്ഞു, ലൈൻസ് തെറ്റിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ കാണിക്കുക, അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടോ? അതൊക്കെ ഉണ്ടാവുമല്ലോ. മെഷീനൊന്നും അല്ലല്ലോ, ഇൻപുട്ട് ഇപ്പൊ പേപ്പേഴ്സ് കൊടുക്കുക, അതിങ്ങനെ ഡെലിവറി കുറെ സാധനങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെയാണ് ഈ എൻജോയിങ് തോന്നുന്നില്ലേ? അതൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്യാറ്. ഒരാൾ കാണിക്കുന്ന മിസ്റ്റേക്കിന് അവിടെ നിൽക്കേണ്ട ഒരാള്, ഇരിക്കേണ്ട ഒരാള് ഭയങ്കര രസമായിട്ട് അതിനെ വേറെ രീതിയിൽ അതിനെ അവതരിപ്പിക്കും. നമുക്ക് ടെൻഷൻ റിലാക്സ്ഡ് ആവും. ചിലപ്പം 12 മണി 1 മണി 2 മണിക്കൊക്കെയാണ്, 2 മണിക്ക് തേർഡ് കോൾ ഷീറ്റ് തീരും 2 മണി. അപ്പൊ 1:45 ആണെങ്കിൽ പ്രൊഡക്ഷന്റെ ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ നിൽക്കണ്ടാവും. അപ്പൊ അവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന പ്രപഞ്ചം വേറെയാണ്. പക്ഷെ അവിടെ അതിനെ ഹ്യൂമറസ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത്, അതും ഏതാണ്ട് 8-10 ദിവസത്തോളം ഞങ്ങൾക്ക് നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മളതിനെ കവർ ചെയ്തത് എങ്ങനെയാണ്. എനിക്ക് സുധി ചേട്ടന്റെ ആ ഒരു വൈബ് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയായിരുന്നു സെറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. വേറൊരാളും കൂടി ഉണ്ട്, ഞാൻ പ്രശാന്ത് കൂടെ പറഞ്ഞായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് മാലയും കൂടെ ഉണ്ടെങ്കിൽ രസമായിരുന്നു. ആ കോറം മുഴുവൻ ആവാത്തതിൽ സങ്കടം ഉണ്ടായിരുന്നു. പലപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും തന്നെ എനിക്ക് അനുഭവം എനിക്ക് തോന്നുന്നു, നമ്മൾ പല സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ കോമ്പിനേഷൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ അതിലുള്ള പല കഥാപാത്രങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ളവരെ പിന്നീട് എപ്പോഴും ചിലപ്പോൾ റിലീസിന്റെ എന്നൊക്കെ ആയിരിക്കും നമ്മൾ കാണുക. ബിക്കോസ് സിനിമയുടെ ഏതെങ്കിലും സ്ഥലത്തേക്കാണ് നമ്മളുള്ളതെങ്കിൽ, എസ്പെഷ്യലി എന്റെ കേസിലൊക്കെ അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു അപ്പോൾ ഇവര് നമ്മൾ ഈ സിനിമയിലുണ്ടെന്ന് അവരെ സിനിമയിലുണ്ടെന്ന് നമ്മളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ എല്ലാവരും കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുക, അതൊക്കെ സംഭവിച്ചു. അതൊക്കെയാണ് നമുക്ക് ആ ഒരു മീറ്റ്സ് പിടിക്കുക. ഡയലോഗ് വായിക്കുമ്പോൾ ഉള്ളതുപോലെ അല്ലാതെ സുധീപ് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്യുന്നത് ആ വായിച്ച് കേൾക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് വായിച്ചു പോകുന്ന ആ ഡയലോഗ് അങ്ങനെയല്ല സുധീപിന്റെ പ്രസന്റ് ചെയ്യുക. അപ്പൊ അതൊരു ചേട്ടാ ഇത് കൊള്ളാലോ പരിപാടി എന്നൊക്കെ പറയുന്നത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ ലേണിംഗ് പ്രോസസ് കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ഇതില് പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണെന്നാണ് എന്റെ ഒരു വീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അവിടെ നിൽക്കട്ടെ. ഓക്കെ, അപ്പൊ ഈ സംസാരിക്കുന്നതിന്റെ സ്ലാങ്സിൽ എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് അങ്ങനെ പറയില്ല? അതിലെ സർപ്രൈസ് ഞാൻ എല്ലാം ചോർത്തെടുക്കും. ഒന്നുമില്ല, ഇത് എവിടെയെങ്കിലും ഒരിടത്തത് സ്പോയിലർ ആവണ്ട. കാണാൻ വരുന്നവർക്ക് അത് ഒരുപക്ഷെ അത്ര സുഖമായിരിക്കില്ല. പലർക്കും പല മനസ്സല്ലേ, അതുകൊണ്ട് പറയാത്തതാണ്. തീർച്ചയായിട്ടും ഇപ്പൊ കണ്ടതുപോലെ തന്നെ, ജോലി കണ്ടതുപോലെ തന്നെ ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളവർ തന്നെ ഇവരുടെ
സംസാര രീതിയും ഒക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ നാച്ചുറലി. ഓരോരുത്തരുടെയും ഏജ് ഗ്രൂപ്പും ഓരോരുത്തരും റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ സ്പേസും ഒക്കെ ബന്ധപ്പെട്ടിട്ട് ആ ഒരു മിംഗ്ലിംഗ് ആണ് സിനിമ. അവരൊരുമിച്ച് എങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് സിനിമ. പ്രേക്ഷകർ ഈ സിനിമ മനസ്സിലിങ്ങനെ ഓർത്തിരിക്കുന്നത് അതിന്റെ എന്ത് ഫാക്ടർ കൊണ്ടായിരിക്കും? അഗൈൻ സ്പോയിലർ ഇല്ലാതെ പറയാൻ കഴിയുമെങ്കിൽ. ഇമോഷണൽ ക്വസ്റ്റ്യൻ ഐ തിങ്ക് എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു ചിന്തിപ്പിക്കും. നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഇമോഷണലി കണക്ട് ചെയ്യും. എൻ്റെ അമ്മയ്ക്ക് കരയുന്ന സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ സിനിമ കണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് വന്നിട്ട് വാ അടിപൊളി സിനിമ. അതാ എനിക്ക് ഹെവി സിനിമ കാണാൻ ഞാൻ പ്രിപ്പയർ ആവണം. അതുപോലെ ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ അത് നോട്ട് ജസ്റ്റ് ആസ് എൻ എന്റർടൈനർ, ഇതൊരു ഒരു ഇമോഷണൽ സിനിമയാണ്. ഇറ്റ്സ് അബൌട്ട് ഫാമിലീസ്, ഇറ്റ്സ് അബൌട്ട് ഈ ക്യാരക്ടേഴ്സ്, ഇവരുടെ ലൈഫ് എല്ലാം കൂടിയുള്ള ഒരു സിനിമ. വേറെ എന്തെങ്കിലും ഇൻപുട്സ് ആരുടെയും ഭാഗത്തുനിന്നുണ്ടോ? അത് ഫ്രാങ്ക്ലി എനിക്ക് തോന്നുന്നത് ഡിപ്പെൻസ് ഓൺ ദ ഓഡിയൻസ്. അവർക്ക് എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഹരീഷ് ഏട്ടന് ഇഷ്ടമാവുന്ന ഒരു സിനിമ അല്ലായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇഷ്ടമാവുന്നത്, അത് ഗോപിക്കയോ എല്ലാവരും. സോ ഇറ്റ് ഡിപ്പെൻസ്. അതിന്ന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്ന് എന്താണ് നിങ്ങൾക്ക് അത് അറസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്, അതായിരിക്കും യുവർ റിപ്പീറ്റ് ഫാക്ടർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇറ്റ് റിയലി ഡിപ്പെൻസ് ഓൺ ദ ഓഡിയൻസ്. അവർക്ക് എന്താണ് ഇഷ്ടമാവുന്നത് അത് കാരണമായിരിക്കും അവർ പോയി കാണാം. പിന്നെ ഓക്കെ, ഇപ്പോൾ December 5th മൂവി റിലീസ് ചെയ്യുന്നത്. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ട് അല്ലേ? ലുക്കിംഗ് ഫോർവേഡ്. ഓൾ ദി ബെസ്റ്റ് ടു യുവർ ടീം. താങ്ക് യു സോ മച്ച്.